ഇന്ന ദിവസം 108. എന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 1 സാമുവേൽ അധ്യായം 13-14, സങ്കീർത്തനങ്ങൾ 58. 1 സാമുവേൽ അധ്യായം 13. സാവൂൾ തിരസ്കൃതനാകുന്നു. സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ അവനോടൊത്ത് മിക്മാഷിലും ബെഥേൽ മലനാട്ടിലും നിന്നു. 1000 പേർ ജോനാഥനോടുകൂടെ ബെഞ്ചമിൻ്റെ ഗിബെയ ദേശത്തുമായിരുന്നു. ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു. ഗേബായിലുള്ള ഫിലിസ്ത്യരുടെ കാവൽ സൈന്യത്തെ ജോനാഥൻ പരാജയപ്പെടുത്തി. ഫിലിസ്ത്യർ അതറിഞ്ഞ് ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവൂൾ രാജ്യമൊട്ടുക്ക് കാഹളമുഴക്കി. സാവൂൾ ഫിലിസ്ത്യരുടെ കാവൽഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്ത്യർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു. അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിൻ്റെ അടുക്കൽ വന്നുകൂടി. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. 30,000 രഥങ്ങൾ, 6,000 കുതിരപ്പടയാളികൾ, കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപ്പട. അവർ ബത്താവന് കിഴക്കുള്ള മിക്മാഷിൽ കൂടാരമടിച്ചു. അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു. ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലെയാദിലുമെത്തി. സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു. അനുയായികളാകട്ടെ ഭയചകിതരായിരുന്നു. സാവൂൾ സാമുവേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേലെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു. നീ എന്താണ് ചെയ്തത്? സാമുവേൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്ത്യർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു. ഗിൽഗാലിൽ വെച്ച് ഫിലിസ്ത്യർ എന്നെ ആക്രമിക്കുമെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു. അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. സാമുവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തൻ്റെ ഹതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. സാമുവേൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിൻ്റെ ഗിബെയയിലേക്ക് പോയി. 600ഓളം പേർ മാത്രമേ സാവൂളിനോടുകൂടെ അവശേഷിച്ചിരുന്നുള്ളൂ. സാവൂളും പുത്രൻ ജോനാഥനും ആ ജനങ്ങളും ബെഞ്ചമിൻ്റെ ഗേബാദേശത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യർ മിക്മാഷിലും കൂടാരമടിച്ചു. ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് 3 സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു. ഒരു സംഘം ഷൂവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു. മറ്റൊന്ന് ബത്ത് ഹൊറാനിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബോയിം താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേൽ ഒരിടത്തും കൊല്ലന്മാരില്ലായിരുന്നു. ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്ത്യർ മുൻകരുതലെടുത്തിരുന്നു. ഇസ്രായേലിയർക്ക് തങ്ങളുടെ കൊഴു, തൂമ്പ, കോടാലി, അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്ത്യരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു. കൊഴുവിനും തൂമ്പായ്ക്കും മുന്നിൽ 2 ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും 1 ഷെക്കലുമായിരുന്നു നിരക്ക്. യുദ്ധദിവസം സാവൂളിനും പുത്രൻ ജോനാഥനും ഒഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല. ഫിലിസ്ത്യരുടെ കാവൽ സേന മിക്മാഷ് ചുരത്തിലേക്ക് നീങ്ങി. 1 സാമുവേൽ അധ്യായം 14. ജോനാഥൻ്റെ സാഹസികത. ഒരു ദിവസം സാവൂളിൻ്റെ പുത്രൻ ജോനാഥൻ ആയുധവാഹകനോട് പറഞ്ഞു, വരൂ, അക്കരെ ഫിലിസ്ത്യ സേനയുടെ പാളയം വരെ നമുക്കൊന്ന് പോകാം. എന്നാൽ ഇക്കാര്യം അവൻ പിതാവിനെ അറിയിച്ചില്ല. സാവൂൾ ഗിബെയയുടെ അതിർത്തിയിലെ മിഗ്രോനിൽ മാതള നാരകത്തിൻ്റെ കീഴിലായിരുന്നു. അവനോടുകൂടെ ഏകദേശം 600 പടയാളികളാണ് ഉണ്ടായിരുന്നത്. അഹീതൂബിൻ്റെ മകൻ അഹിയായാണ് എഫോദ് ധരിച്ചിരുന്നത്. അഹീതൂബ് ഇക്കാബോദിൻ്റെ സഹോദരനും ഫിനെഹാസിൻ്റെ പുത്രനുമായിരുന്നു. ഷീലോയിൽ കർത്താവിൻ്റെ പുരോഹിതനായിരുന്ന ഏലിയുടെ പുത്രനാണ് ഫിനെഹാസ്. ജോനാഥൻ പോയ വിവരം ജനമറിഞ്ഞിരുന്നില്ല. ജോനാഥൻ ഫിലിസ്ത്യ സൈന്യത്തിൻ്റെ നേരെ ചെല്ലാൻ നോക്കിയ വഴിയുടെ അപ്പുറവും ഇപ്പുറവും കടും തൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്ന് ബോസസ്, മറ്റേത് സേനെ.
ഒന്ന് മിക്മാഷിന് അഭിമുഖമായി വടക്കുവശത്തും മറ്റേത് ഗേബായ്ക്ക് അഭിമുഖമായി തെക്കുവശത്തും ഉയർന്നു നിന്നിരുന്നു. ജോനാഥൻ ആയുധവാഹകനായ യുവാവിനോട് പറഞ്ഞു, വരിക, നമുക്ക് ഈ അപരിച്ഛേദിതരായ സൈന്യത്തിൻ്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആളേറിയാലും കുറഞ്ഞാലും കർത്താവിനെ രക്ഷിക്കാൻ തടസ്സമില്ലല്ലോ. ആയുധവാഹകൻ അവനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റേതും. ജോനാഥൻ പ്രതിവചിച്ചു, നമുക്ക് അവരുടെ നേരെ ചെന്ന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാം. ഞങ്ങൾ വരുവോളം അനങ്ങിപ്പോവരുത് എന്ന് അവർ പറഞ്ഞാൽ മുൻപോട്ട് പോകാതെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. കടന്നു വരുവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് അതായിരിക്കും അടയാളം. അങ്ങനെ അവർ ഇരുവരും ഫിലിസ്ത്യ സേനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് ഹെബ്രായർ പുറത്തു വരുന്നു എന്ന് ഫിലിസ്ത്യർ വിളിച്ചു പറഞ്ഞു. കാവൽ സൈന്യം ജോനാഥനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ജോനാഥൻ ആയുധവാഹകനോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോനാഥൻ ഇഴഞ്ഞ് മുകളിൽ കയറി, ആയുധവാഹകൻ പിന്നാലെയും. കാവൽ സൈന്യം ജോനാഥൻ്റെ മുൻപിൽ വീണു. ആയുധവാഹകനാട്ടെ ഓരോരുത്തരെയായി വധിച്ചു. ജോനാഥനും അവനും കൂടി നടത്തിയ ആ ആദ്യ സംഹാരത്തിൽ 1 ഏക്കർ സ്ഥലത്തിനുള്ളിൽ 20 പേരെ വധിച്ചു. പാളയത്തിലും പോർക്കളത്തിലും ജനങ്ങൾക്കിടയിലും അമ്പരപ്പുളവായി. കാവൽ സൈന്യം കവർച്ചക്കാരും നടുങ്ങി. ഭൂമി കുലുങ്ങി. അതിഭയങ്കരമായ സംഭ്രാന്തി പടർന്നു. പുരുഷാരം ചിന്നിച്ചിതറി ഓടുന്നത് ബെഞ്ചമിനിലെ ഗിബെയയിലുണ്ടായിരുന്ന സാവൂളിൻ്റെ കാവൽക്കാർ കണ്ടു. അപ്പോൾ സാവൂൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയാൻ എണ്ണി നോക്കുവിൻ. അവർ നോക്കിയപ്പോൾ ജോനാഥനും ആയുധവാഹകനും അവിടെയില്ലായിരുന്നു. ദൈവത്തിൻ്റെ പേടകം ഇവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലരോട് കൂടെയായിരുന്നു ദൈവത്തിൻ്റെ പേടകം. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യ പാളയത്തിലെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെ ഉണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്ത്യർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. നേരത്തെ ഫിലിസ്ത്യരോടുകൂടെ ആയിരുന്നവരും അവരുടെ പാളയത്തിൽ ചേർന്നവരുമായ ഹെബ്രായർ സാവൂളിനോടും ജോനാഥനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേല്യരുടെ പക്ഷം ചേർന്നു. എഫ്രായിം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേല്യരും ഫിലിസ്ത്യർ തോറ്റോടിയെന്നറിഞ്ഞ് പക്ഷം ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ബെത്താവനപ്പുറം വരെ യുദ്ധം നടന്നു. ഇസ്രായേല്യർ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സന്ധ്യയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സാവൂൾ പറയുകയും ജനങ്ങളെ കൊണ്ട് അങ്ങനെ ശപഥം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. ജനം ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ തേൻകട്ടകൾ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റു വീഴുന്നത് അവർ കണ്ടു. എന്നാൽ ശപഥമോർത്ത് അവരാരും ഒരു തുള്ളി തേൻ പോലും കഴിച്ചില്ല. ജോനാഥനാകട്ടെ തൻ്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ച വിവരം അറിഞ്ഞിരുന്നില്ല. അതിനാൽ അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം തേൻകട്ടയിൽ മുക്കി അത് ഭക്ഷിച്ചു. ഉടനെ അവൻ്റെ കണ്ണ് പ്രകാശിച്ചു. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് നിന്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർ ക്ഷീണിച്ചു മരിക്കുന്നു. ജോനാഥൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. അല്പം തേൻ കഴിച്ചപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലേ? ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനം വേണ്ടുവോളം ഭക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഫിലിസ്ത്യരെ എത്രയോ അധികം കൊന്നൊടുക്കാൻ സാധിക്കുമായിരുന്നു. അവർ ഫിലിസ്ത്യരെ മിക്മാഷ് മുതൽ അയ്യാലോൺ വരെ അനുധാവനം ചെയ്തു, സംഹരിച്ചു. ജനം അത്യധികം ക്ഷീണിച്ചിരുന്നു. അവർ കൊള്ളവസ്തുക്കളായ ആടുമാടുകളുടെയും കിടാക്കളുടെയും പാഞ്ഞു ചെന്ന് പിടിച്ച് നിലത്തടിച്ചു കൊന്ന് രക്തത്തോടെ ഭക്ഷിച്ചു. അവർ സാവൂളിനോട് പറഞ്ഞു, രക്തത്തോടുകൂടി ഭക്ഷിക്കുകയാൽ ജനം കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. വലിയ ഒരു കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവൻ. ഓരോരുത്തനും അവനവൻ്റെ കാളയെയോ ആടിനെയോ ഇവിടെ കൊണ്ടുവന്ന് കൊന്നു തിന്നാനും രക്തത്തോടുകൂടി ഭക്ഷിച്ച് കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാനും നിങ്ങൾ എല്ലാ ജനങ്ങളോടും പറയുവേൻ.
അന്ന് രാത്രി ഓരോരുത്തരും കാളകളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊന്നു. സാവൂൾ കർത്താവിനൊരു ബലിപീഠമുണ്ടാക്കി. അവൻ പണിയിച്ച ആദ്യത്തെ ബലിപീഠമാണത്. സാവൂൾ പറഞ്ഞു, നമുക്ക് രാത്രിയിലും ഫിലിസ്ത്യരെ പിന്തുടർന്ന് പ്രഭാതം വരെ കൊള്ളയടിക്കുകയും സകലരെയും കൊന്നൊടുക്കുകയും ചെയ്യാം. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന് ജനം മറുപടി പറഞ്ഞു. എന്നാൽ പുരോഹിതൻ, നമുക്ക് ദൈവത്തോട് ആരായം എന്ന് പറഞ്ഞു. സാവൂൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരണമോ? അങ്ങ് അവരെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എന്നാൽ അവിടുന്ന് അന്നവന് മറുപടി നൽകിയില്ല. സാവൂൾ കൽപ്പിച്ചു, ജനത്തിലെ പ്രമാണികളെല്ലാവരും അടുത്തു വരട്ടെ. ഇന്നീ പാപം എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിച്ചറിയാം. ഇസ്രായേലിൻ്റെ രക്ഷകനായ കർത്താവാണേ, ഇത് ചെയ്തത് എൻ്റെ മകൻ ജോനാഥൻ തന്നെയാണെങ്കിലും മരിക്കണം. ആരും ഉത്തരം പറഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും എൻ്റെ മകൻ ജോനാഥനും മറുഭാഗത്ത് നിൽക്കാം. നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് ജനം പറഞ്ഞു. സാവൂൾ അപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനോട് ഉത്തരം പറയാത്തതെന്ത്? ഈ പാപം എൻ്റെയോ എൻ്റെ മകൻ ജോനാഥിൻ്റെയോ ആണെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഉറീം കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെതെങ്കിൽ തുമ്മീം കൊണ്ടും അടയാളം കാണിക്കണമേ. ജോനാഥനും സാവൂളും കുറ്റക്കാരായി കാണപ്പെട്ടു. ജനം രക്ഷപ്പെട്ടു. സാവൂൾ പറഞ്ഞു, എൻ്റെയും എൻ്റെ മകൻ ജോനാഥൻ്റെയും പേരിൽ കുറിയിടുവിൻ. കുറി ജോനാഥൻ്റെ പേരിൽ വീണു. സാവൂൾ ജോനാഥനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എന്നോട് പറയുക. ജോനാഥൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രമുക്കി അല്പം തേൻ ഞാൻ രുചിച്ചു. ഞാനിതാ മരിക്കാൻ തയ്യാറാണ്. ജോനാഥൻ, നീ വധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ജനം സാവൂളിനോട് പറഞ്ഞു, ഇസ്രായേലിനെ വൻ വിജയം നേടിക്കൊടുത്ത ജോനാഥൻ മരിക്കണമെന്നോ? അത് പാടില്ല. കർത്താവാണേ സത്യം, അവൻ്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ. അവൻ ദൈവേഷ്ടമാണ് ഇന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ ജനം ജോനാഥനെ രക്ഷിച്ചു. അവൻ വധിക്കപ്പെട്ടില്ല. സാവൂൾ ഫിലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഇസ്രായേലിൻ്റെ രാജാവായതിനു ശേഷം മൊവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സോബ രാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവൂൾ പൊരുതി. അവൻ ചെന്നിടങ്ങളിലെല്ലാം വിജയം വരിച്ചു. അവൻ അമലേക്യരോടും വീറോടെ പൊരുതി വിജയിച്ചു. ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥനും ഇഷിയും മൽക്കിഷ്യയുമായിരുന്നു. പുത്രിമാരിൽ മൂത്തവൾ മേരബ്, ഇളയവൾ മിഖാൽ. അഹിമാസിൻ്റെ മകൾ അഹിനോവാം ആയിരുന്നു സാവൂളിൻ്റെ ഭാര്യ. പിതൃ സഹോദരനായ നേറിൻ്റെ മകൻ അബ്നേർ സേനാപതിയും. സാവൂളിൻ്റെ പിതാവ് കിഷും അബ്നേറിൻ്റെ പിതാവ് നേറും അബിയേലിൻ്റെ പുത്രന്മാരായിരുന്നു. സാവൂളിൻ്റെ ഭരണകാലം മുഴുവൻ ഫിലിസ്ത്യരുമായി ഉഗ്രയുദ്ധം നടന്നു. ശക്തരും ധീരമറ്റരുമായവരെല്ലാവരും അവൻ തന്നോടുകൂടെ ചേർത്തിരുന്നു. സങ്കീർത്തനങ്ങൾ 58. ദുഷ്ടന്മാരോട് പ്രതികാരം. ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു. ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് സർപ്പത്തിൻ്റേതുപോലുള്ള വിഷമുണ്ട്. ചെവിയടഞ്ഞ അണലിയെപ്പോലെ ബധിരരാണവർ. പാമ്പാട്ടിയുടെയോ മാന്ത്രികൻ്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ പല്ല് തകർക്കണമേ. കർത്താവെ, യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ പിഴുതെറിയണമേ. ഒഴുകി മറയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ. ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ. നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും. പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാല് കഴുകും. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും.